ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഓർമ്മ നിരന്തരമായി നിലനിർത്തുകയും അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിൽ പൂർണ്ണമായും പാലിച്ച് മുത്തഖിയായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായമായ സൂറത്ത് ഖാഫിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബകളിൽ നിന്നായിരുന്നു സ്വഹാബികൾ ഈ സൂറത്ത് മനഃപ്പാഠമാക്കുകയും അത് പഠിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്നും ബോധ്യപ്പെടും. മഹദിയായ ഉമ്മു ഹിഷാം റളിയല്ലാഹു തആല അൻഹ പറയാണ്, മാ ഹഫിളതു ഖാഫ്, സൂറത്ത് ഖാഫ് ഞാൻ മനഃപ്പാഠമാക്കിയത് ഇല്ലാ മിൻ ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടാണ് ഞാനത് പഠിച്ചത്. യഖ്തുബു ബിഹാ കുല്ല ജുമഅ, എല്ലാ ജുമഅക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൂറത്തിലെ ആയത്തുകൾ ഖുത്ബയിൽ പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് മനഃപ്പാഠമാക്കിയത് എന്ന് മതി ഉമ്മു ഹിഷാം റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയിൽ നിന്ന് അവർ പഠിച്ചു. നബിയുടെ ഖുത്ബ കാന യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ, റസൂൽ ഖുർആൻ ഓതുകയും ആ ഖുർആനിലെ ആയത്തുകളിലൂടെ അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ചില ആളുകൾ ചോദിക്കും, എന്താണ് ഖുത്ബ അറബിയിൽ മാത്രം പറയാത്തത്? നിസ്കാരം അറബി മാത്രമാണല്ലോ, നിസ്കാരത്തിൽ മലയാളത്തിൽ പറ്റില്ലല്ലോ. വെള്ളിയാഴ്ച ളുഹറിന്റെ സ്ഥാനത്ത് 4 റക്അത്തിന്റെ സ്ഥാനത്ത് 2 റക്അത്താണ്. ആ 2 റക്അത്തിന്റെ സ്ഥാനത്തല്ലേ ഖുത്ബ? അപ്പൊ എന്തുകൊണ്ടാണ് ഖുത്ബ അറബിയിൽ പറയാത്തത് എന്ന് ചില സഹോദരങ്ങൾ സംശയം ചോദിക്കാറുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവും ഖുതുബയും തമ്മിലുള്ള വ്യത്യാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം വീട്ടുന്നത് വരെ ഫിക്സഡ് നമസ്കാരമാണ്, അതിൽ മാറ്റമില്ല, ഒരേപോലെ നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം വീട്ടുന്നത് വരെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ജുമുഅ നിർബന്ധമാക്കിയതിന് ശേഷം റസൂല് പല വർഷങ്ങൾ റസൂൽ ജീവിച്ചിട്ടുണ്ട്. നബിയുടെ ഖുതുബകൾ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കൊല്ലത്തെ ഖുതുബകളെങ്കിലും അങ്ങനെ പഠിപ്പിക്കപ്പെടുകയോ, സ്വഹാബത്ത് നബിന്റെ ഖുതുബ തന്നെ നബി നിസ്കരിച്ചതുപോലെ നബി പറഞ്ഞു, ഞാൻ എങ്ങനെ നിസ്കരിച്ചുവോ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അതുപോലെ നിസ്കരിക്കണമെന്നാ. എന്നാൽ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അതേ ഖുതുബ റബീഉൽ അവ്വലിൽ നബി പറഞ്ഞ 4 ഖുതുബ അല്ലെങ്കിൽ 5 ഖുതുബ, റബീഉൽ ആഖിറിൽ, ഇന്ന് റബീഉൽ ആഖിർ 1 ഇന്ന് റബീഉൽ ആഖിർ മാസം 1, റബീഉൽ ആഖിറിൽ നബി പറഞ്ഞ 4 5 ഖുതുബ, അതിൽ ആ 5 ഖുതുബകൾ എന്ന് പറഞ്ഞൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഓരോ വിഷയങ്ങൾ പറയാറുണ്ടായിരുന്നത്. റമദാനെ സംബന്ധിച്ച് ഉത്ബോധനം നടത്തും, നോമ്പിനെ സംബന്ധിച്ച്, തഹജ്ജുദ് നമസ്കാരത്തെ സംബന്ധിച്ച്, അങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ സമയത്തെക്കുറിച്ച് ഓരോ സന്ദർഭങ്ങളിലുള്ള വിഷയങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ആ ചര്യയാണ് ലോകത്ത് മുസ്ലിമീങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാട്ടിൽ ഇംഗ്ലീഷുകാരോട് പരിശുദ്ധ ഖുർആൻ ഓതി ഇംഗ്ലീഷിൽ വിശദീകരിച്ചു കൊടുക്കണം ഖുതുബയിൽ. മലയാളികൾക്ക് മലയാളത്തിൽ പറയണം. തമിഴ്നാട്ടിൽ ഖുർആൻ ഓതി ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം തമിഴിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ അത് ഉത്ബോധനമാവുകയുള്ളൂ, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമസ്കാരവും ഖുതുബയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ നിന്നാണ് ഈ സൂറത്ത് അവർ പഠിച്ചത് എന്നാണ്. ഈ സൂറത്തിന്റെ തുടക്കം ഖാഫ്. ഖാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹർഫാണ്, ഒരു അക്ഷരമാണ്, അതൊരു പദമല്ല, ഒരു കെലിമത്തല്ല. അതുകൊണ്ട് അതിന് അർത്ഥം ഉണ്ടാവൂല, അർത്ഥം പഠിപ്പിച്ചിട്ടില്ല. ഒരക്ഷരം, 2 അക്ഷരം, 3 അക്ഷരം, 4 അക്ഷരം, 5 അക്ഷരങ്ങൾ വരെ കാണാം. ഖാഫ്, നൂൻ, സ്വാദ്, ഇതൊക്കെ ഓരോ അക്ഷരങ്ങളാണ്. ത്വാഹ, യാസീൻ, അതൊക്കെ 2 അക്ഷരമാണ്. അലിഫ് ലാം മീം, അലിഫ് ലാം റാ 3 അക്ഷരമാണ്. അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം റാ 4 അക്ഷരമാണ്. ഹമീം, ഐൻ, സീൻ, ഖാഫ് 5 അക്ഷരമാണ്. ഖാഫ്, ഹയ, ഐൻ, സ്വാദ് 5 അക്ഷരങ്ങളാ. ഇവക്ക് ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് പറയാ. ഹുറൂഫുൽ മുഖത്തഅ, മുറിച്ചു പറയുന്ന അക്ഷരങ്ങളാണ്, കേവലാക്ഷരങ്ങളാണ്, അതിന് അർത്ഥമില്ല. ലാ യഅലമു മുറാദുഹു ഇല്ലല്ലാഹ്, അല്ലാഹ്ക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുകയുള്ളൂ. അപ്പൊ ഖാഫ് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ചില സൂറത്തുകൾ തുടങ്ങുന്ന, ഖുർആനിലെ 29ഓളം സൂറത്തുകൾ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നുണ്ട്, അതിൽപ്പെട്ട ഒരു അക്ഷരമാണ്. വൽ ഖുർആനിൽ മജീദ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൽ ഖുർആനിൽ മജീദ്, മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം അള്ളാഹിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാഉകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടും അള്ളാഹു സത്യം ചെയ്ത് പറയും. അതുപോലെ അള്ളാഹ് സത്യം ചെയ്ത് പറയാണ് വൽ ഖുർആനിൽ മജീദ്. ഇപ്പൊ സൂറത്ത് യാസീനിൽ കാണാം, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഹക്കീമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇതേപോലെ ഇവിടെ വൽ ഖുർആനിൽ മജീദ്, മജീദായ ഖുർആൻ തന്നെയാണ് സത്യം. മജീദ് എന്ന് പറഞ്ഞാൽ മഹത്വമേറിയത് എന്നാണ്. വൽ ഖുർആനിൽ മജീദ്, മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം. അള്ളാഹു ഖുർആനിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്. എന്താണ് ഖുർആനിന്റെ മജ്ദ്? മജ്ദുൽ ഖുർആൻ മിൻ മജ്ദില്ലാഹി തആല, അള്ളാഹുവിന്റെ മഹത്വം തന്നെയാണ് ഖുർആനിന്റെ ഈ മഹത്വം. ഫൽ ഖുർആന കലാമുഹു വ കലാമുഹു സുബ്ഹാനഹു സിഫത്തുൻ മിൻ സിഫാത്തില്ലാഹി അസ്സ വജൽ വല്ലാഹു തആല മൗസൂഫൻ ബിൽ മജ്ദ് ഫിൽ ഖുർആൻ.
അല്ലാഹു തആല അല്ലാഹുവിനെ സംബന്ധിച്ച് മജീദ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ ഖുർആനെ സംബന്ധിച്ചും അല്ലാഹു മജീദ് എന്ന് പറഞ്ഞു. ഇന്നഹു ഹമീദും മജീദ്. ഇത് പറഞ്ഞത് സൂറത്ത് ഹൂദിലെ ആയത്തിന്റെ അവസാനമാണ്. അല്ലാഹു അല്ലാഹനെ പറ്റി മജീദാണെന്ന് പറയണത്. അവിടെയുള്ള സംഭവം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്താനത്തെ സന്തോഷവാർത്ത അറിയിക്കുന്ന രംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വംറഅത്തുഹു ഖായിമത്തുൻ, മലക്കുകൾ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. അവരെ മലക്കുകളെ കണ്ടവർ ചിരിച്ചു. ഫബശർനാഹ ഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാക്കൂബ്. ഇസ്ഹാഖ് നബി യാക്കൂബ് നബിയെ കൊണ്ടൊക്കെ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഇതിന് വന്നതാണ് മലക്കുകൾ. അപ്പൊ ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, യാ വൈലത്ത അലിദു, ഞാൻ പ്രസവിക്കേ, വാന അജൂസ്, ഞാൻ പടുവൃദ്ധയായിട്ടുണ്ട്, വഹാദ ബഅലി ഷൈഖ, എന്റെ ഭർത്താവാണ് ഈ നിൽക്കുന്ന ഇബ്രാഹിം, അദ്ദേഹം എന്നേക്കാൾ വയസ്സനാണ്, ഞാൻ പടുക്കിളവിയാണ്, വയസ്സായിട്ടുണ്ട്, എനിക്ക് കുട്ടി ജനിക്കേ, എന്നേക്കാൾ വയസ്സനാണല്ലോ എന്റെ ഭർത്താവ്. ഇന്നഹാദ ലശൈഉൻ അജീബ്, ഇത് അത്ഭുതമുള്ളൊരു കാര്യം തന്നെയാണെന്ന്. ഈ സമയത്ത് മലക്കുകൾ പറഞ്ഞു, കാലു അതഅജബീന മിൻ അംരില്ല, അള്ളാഹുവിന്റെ കാര്യത്തെക്കുറിച്ച് അത്ഭുതപ്പെടേ. അള്ളാഹു ഒരു കാര്യം നടക്കും. മനുഷ്യന്മാരെ കാര്യങ്ങൾ സംശയിക്കുന്ന പോലെ അള്ളാന്റെ കാര്യം സംശയിക്കരുത്, മലക്കുകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റഹ്മത്തുല്ലാഹി വബറകാതുഹു, അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അലൈക്കും അഹ്ലൽ ബൈത്ത്, ഈ കുടുംബത്തിനുണ്ടാവട്ടെ, ഈ കുടുംബത്തിന്റെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഉണ്ടാകട്ടെ. എന്നിട്ട് മലക്കുകൾ പറയാണ്, ഇന്നഹു ഹമീദും മജീദ്, അള്ളാഹു ഹമീദും മജീദുമാണ്. അള്ളാഹു ഹമീദും മജീദുമാണ്, സുത്യർഹനും മഹത്വമേറിയവനുമാണ്. ഈ ആയത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ തദബ്ബർ ചെയ്യുമ്പോൾ മനസ്സിലാകും ഇബ്രാഹിമി സ്വലാത്ത്. ഇവിടെ ഈ ആയത്തിന്റെ അവസാനത്തിലാണ് ഇബ്രാഹിം നബിക്ക് മക്കളെ കുടുംബത്തെ കൊടുത്തത് അള്ളാഹുവിന്റെ ബറക്കത്താണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഖുതുബയാണ്, ബറക്കത്താണ്, റഹ്മത്താണ്, മലക്കുകൾ പറയാണ്. ഈ ആയത്തിന്റെ അവസാനമാണ് അള്ളാഹു ഹമീദും മജീദ് പറഞ്ഞത്, ഇന്നഹു ഹമീദും മജീദ്. ഇനി ഇബ്രാഹിമി സ്വലാത്ത് ഒന്ന് ചൊല്ലി നോക്കി. ഇബ്രാഹിമി സ്വലാത്തിന്റെ അവസാനത്തിൽ എന്താ ഉള്ളത്? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിം നബിക്ക് കുടുംബത്തിനും ബർക്കത്ത് കൊടുത്ത പോലെ മുഹമ്മദ് നബിക്ക് കുടുംബത്തിനും ബർക്കത്ത് കൊടുക്ക പടച്ചോനെ, ഇന്നക ഹമീദും മജീദ്, നീ ഹമീദും മജീദുമാണ്. ഈ ആയത്തിൽ ഇബ്രാഹിം നബിക്ക് മക്കളെ കൊണ്ട് കുടുംബത്തെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന ആയത്തിന്റെ അവസാനത്തിലും മലക്കുകൾ പറഞ്ഞത് അല്ലാഹു ഹമീദും മജീദുമാണെന്ന്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് കുടുംബത്തിനും ബർക്കത്ത് കൊടുക്കാൻ, മുഹമ്മദ് നബിക്ക് കുടുംബത്തിനും ബർക്കത്ത് കൊടുക്ക പഠിച്ചോൻ ഇബ്രാഹിം നബിക്ക് കുടുംബത്തിനും ബർക്കത്ത് കൊടുത്ത പോലെ എന്ന ഇബ്രാഹിമി സ്വലാത്തിന്റെ അവസാനത്തിൽ ഇന്നക ഹമീദും മജീദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഖുർആനുൽ മജീദ്? അള്ളാഹുവിന്റെ മഹത്വം തന്നെയാണ് ഖുർആനിന്റെ മഹത്വം. ഫൈദാ ഖറഅൽ മുസല്ലി മാലിക് യൗമിദ്ദീൻ, നിസ്കരിക്കുന്ന ഒരാള് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ അല്ലാഹു തആല ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണത്? മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മജീദാക്കിയിരിക്കുന്നു, എന്നെ മഹത്വമേറിയവനാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹ് മറുപടി പറയുമെന്ന. മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പറയുമ്പോഴൊക്കെ അള്ളാഹു ഈ മറുപടി പറയുന്നുണ്ട്. എത്ര ആൾക്കാർ ഈ ഓർമ്മയോടുകൂടി പറയാറുണ്ടെന്നറിയില്ല. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോ നമ്മൾ പറയുന്ന വാക്കാണ് അഹ്ലുസ് സനാഇ വൽ മജ്ദ് എന്ന് പറയാറുണ്ട്. ആ മജ്ദ് മഹത്വമാണ്, മഹത്വത്തിന്റെയും പ്രശംസയുടെയും അഹ്ല് എന്ന് പറയാറുണ്ട്. അപ്പോൾ അള്ളാഹിനെ പറ്റി മജീദ് എന്ന് പറഞ്ഞു, മഹത്വമേറിയ അള്ളാഹു. ആ അള്ളാഹു ഖുർആനിനെ സംബന്ധിച്ചും ഖുർആൻ മജീദാണെന്ന് പറഞ്ഞു. എന്താണ് സഹോദരങ്ങളെ ഖുർആനിന്റെ മഹത്വം? മഹത്വം എന്ന് പറയുന്നത് ഒരാളെ മഹാനാക്കുന്ന കാര്യങ്ങളാണ്. ഒരാളെ മഹാനാക്കുന്ന കാര്യങ്ങളാണ്. വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആരംഭിച്ച ഈ സൂറത്തിൽ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ഖുത്ബകളിലെല്ലാം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്ന എന്തൊരു കാര്യമാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്തുൽ ഖാഫിന്റെ
ആശയങ്ങൾ ഒന്ന് ചുരുക്കി പഠിച്ചാൽ ഏതൊരു മനുഷ്യനും മഹത്വമുള്ളവനായി മാറും. ഒരു മനുഷ്യനെ മഹത്വമുള്ളവനാക്കി മാറ്റുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ ആശയം അതാണ്. വൽ ഖുർആനിൽ മജീദ്. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്തുള്ള ഏതാനും ആയത്തുകൾ ഏതൊരു മനുഷ്യനെയും നന്നാക്കും, അവന്റെ സ്ഥാനമുയരും, അവൻ മഹത്വമുള്ളവനായി തീരും. എന്തൊക്കെയാണ് അതിലെ പ്രധാന ആശയം? ഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജുഉൻ ബഈദ്. ഈ ഖുർആൻ എങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വിശ്വാസമില്ലാത്ത ആൾക്കാർ എന്നും അത്ഭുതത്തോടു കൂടി പറഞ്ഞിരുന്ന കാര്യം, നമ്മൾ മണ്ണായി തീർന്നാൽ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ, എങ്കിൽ അതൊരു വിദൂരമായ മടക്കം തന്നെയാണ്. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. അവരിൽ നിന്ന് ഭൂമി ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് നാം അറിയുന്നുണ്ട്. തീർച്ച മനസ്സിലായിട്ടില്ല. ഖദ് അലിംനാ, നാം അറിയുന്നുണ്ട്, മാ തൻഖുസുൽ അർളു മിൻഹും, അവരിൽ നിന്ന് ഭൂമി ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അറിയുന്നുണ്ട് എന്നതിന്റെ തഫ്സീർ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ കബറടക്കിയ വാപ്പാന്റെ കബറിലെ ഇന്നത്തെ ശരീരത്തിന്റെ അവസ്ഥ എന്താ? എത്ര ഭാഗം മണ്ണ് തിന്നിട്ടുണ്ടാകും? എത്ര ഭാഗം മണ്ണ് തിന്നിട്ടുണ്ടാകും? എത്ര എല്ലുകളും അസ്ഥികളും ഉമ്മാന്റെ കബറിൽ ബാക്കിയുണ്ട്? നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ ഭൂമിക്കകത്തുണ്ട്. അവരവസ്ഥ എന്ത് എന്ന് നമുക്കറിയില്ല. അള്ളാഹ് പറയാണ്, എനിക്കറിയാമെന്ന്. ഇതിലും വലിയൊരു സന്ദേശം ഇനി മനുഷ്യന് മാറാനെന്താ? ഭൂമിന്റെ മുകളിലാണോ ഭൂമിക്കകത്താണോ കൂടുതൽ പേർ? അള്ളാഹ് പറഞ്ഞത്, ഈ ഭൂമിയെ അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരെയും ഉൾക്കൊള്ളുന്ന ഭൂമി. ഭൂമിന്റെ പുറത്തുള്ളതിനേക്കാൾ ആൾക്കാർ അടിയിലുള്ളത്. മറമാടപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് എത്ര ഭൂമി തിന്നിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ട് എന്ന് നമുക്കറിയാം എന്ന് അള്ളാഹ് പറയാണ്. വഇൻദനാ കിതാബൻ ഹഫീദ്, നമ്മുടെ അടുക്കൽ കൃത്യമായ സൂക്ഷ്മമായ ഒരു ഗ്രന്ഥമുണ്ട്, രേഖപ്പെടുത്തിയ ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ പറഞ്ഞു വന്ന് അവസാനം അള്ളാഹ് പറയുന്നത്, ഭൂമിയുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ഭൂമിയിലുണ്ട്. അതിനൊക്കെ കുറിച്ച് പറഞ്ഞ അവസാനം അള്ളാഹ് പറയാണ്, അഫഅഈനാ ബിൽ ഖൽഖിൽ അവ്വൽ, ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് തന്നെ അള്ളാഹ് ക്ഷീണിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് ക്ഷീണിച്ചു എന്നാണ് വിചാരിക്കുന്നത്. 50 വയസ്സായ ഒരാള് 52 കൊല്ലം മുമ്പ് ഭൂമിയിൽ എവിടെയില്ല, ഭൂമിയിൽ എവിടെയുമില്ല, പൂർണ്ണമായ ശൂന്യതയാണ്, പൂർണ്ണമായ ശൂന്യത. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കുറ, പ്രസ്താവിക്കപ്പെടാൻ പറ്റിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജനിച്ചു വളർന്നു. ഇനി മരിച്ച് മണ്ണായാലേ ആ മണ്ണിൽ നിന്ന് രണ്ടാമതും എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത നമ്മൾ ഉണ്ടായില്ലേ, അത്ര പ്രയാസമില്ലല്ലോ. ഒന്നുമില്ലാതിരുന്ന നമ്മൾ ഉണ്ടായില്ലേ, അത്ര പ്രയാസമുണ്ടോ അള്ളാഹ്ക്ക്? നമ്മൾ ജനിച്ച് മരിച്ച് മണ്ണായാല് ആ മണ്ണെന്നുണ്ടാക്കാൻ? അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. സൂറത്തുൽ ഖാഫ്, അഫഅഈനാ ബിൽ ഖൽഖിൽ അവ്വൽ, ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് തന്നെ നമ്മൾ ക്ഷീണിച്ച് തളർന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബൽ ഹും ഫീ ലബിസിൻ മിൻ ഖൽഖിൻ ജദീദ്, അല്ല, അവര് ഈ പുതിയ സൃഷ്ടിപ്പിനെ പറ്റി സംശയത്തിലാ. അള്ളാഹ് പറയാ, രണ്ടാമത് സൃഷ്ടിക്കുന്നുള്ള കാര്യത്തിനെ പറ്റി സംശയത്തിലാണ്. ഒരു കാര്യം ഉറപ്പാ, 50 വയസ്സ് ഇന്നുള്ള ആള് 52 കൊല്ലം മുമ്പ് ഇവിടെ ഇല്ലാതിരുന്നു എന്ന് ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അള്ളാഹ് പറയാണ്, അങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച് വലുതാക്കി ജനിച്ചു വളർന്ന് നമ്മൾ മണ്ണായി മാറി. ഇനി അതിൽ നിന്ന് രണ്ടാമതുണ്ടാക്കുമെന്ന് പറയുമ്പോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഉണ്ടായില്ലേ നമ്മള്, എങ്കിൽ ആ അള്ളാഹ്ക്ക് ഇനി രണ്ടാമത് ഉണ്ടാക്കാൻ വലിയ പണിയുണ്ടോ സൃഷ്ടിക്കാൻ? എന്നാൽ ആൾക്കാർ സംശയത്തിലാണ് അള്ളാഹ് പറയണത്. സഹോദരങ്ങളെ, ഈ ആശയം ഹൃദയത്തിൽ തട്ടിയാൽ ഒരു മനുഷ്യൻ നന്നാകും, അവന്റെ മഹത്വം കൂടും, ജീവിതം നന്നാവും. ജീവിതം നന്നാകുക എന്ന് പറഞ്ഞാല് രഹസ്യ ജീവിതം നന്നാവലാണ്. നോട്ട് ചെയ്തേക്കേണ്ട വിഷയ. പരസ്യ ജീവിതം നോക്കി ആരും വിലയിരുത്തണ്ട. പരസ്യ ജീവിതമല്ല, രഹസ്യ ജീവിതം നന്നായാൽ അവന്റെ പരസ്യ ജീവിതവും നന്നാകും.
രഹസ്യ ജീവിതം നന്നാവണം. സ്വകാര്യ നിമിഷങ്ങൾ അള്ളാഹിനെക്കുറിച്ചുള്ള ഭയത്തിലാവണം. സ്വകാര്യ ജീവിതം, രഹസ്യ ജീവിതം നന്നായാൽ പരസ്യ ജീവിതം നന്നാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹ് പറയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന, മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, നിന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നിന്റെ ജീവനാഡിയേക്കാൾ അടുത്തവനാണ് ഞാൻ. അതുകൊണ്ട് വാപ്പാനെ മറച്ചു വെച്ച് ചെയ്യാം മക്കൾക്ക്, ഭാര്യനെ മറക്കാം ഭർത്താവിനെ, ഭർത്താവിനെ മറക്കാം ഭാര്യക്ക്. ഇന്നെല്ലാറ്റിനുമുള്ള സൗകര്യങ്ങളുണ്ട്. രഹസ്യ ജീവിതത്തിലെ തിന്മകളേറെയും വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ചെറിയ റൂമിനകത്ത് ധാരാളം വൃത്തികേടുകൾ, വേണ്ടാത്ത തിന്മകൾ ചെയ്യുന്നവർ. അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു അറിയാത്ത ഒന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന ഈ ഒരു ധാരണയും ഉറപ്പും തന്നെയാണ് ഒരു മനുഷ്യനെ മാറ്റുക. അല്ലാത്തത് മാറൂല. അത് വെറും ഒരു പുറംപൂച്ച് മാത്രമായിരിക്കും, കാപ്പട്യം മാത്രമായിരിക്കും. രഹസ്യ ജീവിതം നന്നാക്കണം. നന്നാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു അറിയുന്നുള്ള ബോധം വേണം. അള്ളാഹിനെ മറച്ചു വെക്കാൻ കഴിയില്ല. പരലോകത്ത് വിചാരണ സമയത്ത് മനുഷ്യന്റെ തൊലി പറയുന്നൊരു കാര്യമുണ്ട്. വിചാരണ സമയത്ത് തൊലികൾ പറയും അള്ളാഹിനോട്, നമുക്ക് എതിരിൽ സാക്ഷി പറയും. അപ്പൊ നമ്മൾ തൊലിയോട് പറയും, എന്നെ ചേർന്ന് നിന്ന് എന്റെ ആന്തരിക അവയവങ്ങളൊക്കെ പൊതിഞ്ഞ് ഭദ്രമാക്കി എനിക്ക് സൗന്ദര്യം നൽകിയ ഈ തൊലിയോട് നമ്മൾ പറയും, എന്താണ് നീ എനിക്കെതിരിൽ പറയുന്നത്? അപ്പൊ തൊലി പറയുന്ന മറുപടി എന്താ അറിയോ? എന്നെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. എന്നെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, തൊലിന്റെ മറുപടിയാ. വസ്ത്രം മറച്ചു വെച്ച് ചെയ്യാം, ഒരു മറയാക്കാം, എല്ലാം മറക്കു പിന്നിൽ ചെയ്യാം. പക്ഷെ തൊലി പറയും, എന്നെ ഊരി വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സാക്ഷി പറയും. നാവ് സഹോദരങ്ങളെ ഒരു ഇറച്ചി കഷ്ണമാണ്, എല്ലില്ലാത്തൊരവയവമാണ്. എല്ലില്ലാത്ത ഒരവയവം ഒന്നുകൂടി നമ്മുടെ ശരീരത്തിലുണ്ട്, അത് വർത്താനം പറയില്ല. മനുഷ്യന്റെ ശരീരത്തിൽ 2 എല്ലില്ലാത്ത അവയവമുണ്ട്. ഒന്ന് സംസാരിക്കും, ഒന്ന് സംസാരിക്കൂല. നാവിന് സംസാരിക്കുക എന്ന കഴിവ് പടച്ചോൻ കൊടുത്തതാ. ആ കഴിവ് പടച്ചോൻ കൈകൾക്ക് കൊടുക്കും. പടച്ചോനെ കൊടുക്കാൻ കഴിയുള്ളൂ. വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും, നീ നടന്ന ഓരോ നടത്തത്തെയും നിന്റെ കാല് സാക്ഷി പറയും, നിന്റെ കൈകൾ സംസാരിക്കും. നീ പിടിച്ചതും നീ എടുത്തതും നീ കൊടുത്തതും ചെയ്ത തിന്മകളൊക്കെയും ഈ കൈ വർത്തമാനം പറയും, കാല് സാക്ഷി പറയും. അതിന് പ്രകൃതി പടച്ചോൻ കൊടുക്കും. അങ്ങനെ കൈ സംസാരിക്കുന്ന അത്ഭുതപ്പെടേണ്ട. നിന്റെ നാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ നാവിനെ ഈ ഇറച്ചിയും രക്തവും നാഡി നരമ്പുകളും ഒക്കെയുള്ള ഒരു കേവല അവയവം അത് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൈകളും അതേപോലെ തന്നെയാണ്. നാഡി നരമ്പും എല്ലും മാംസമൊക്കെ ഉള്ളൊരു സാധന, അത് സംസാരിപ്പിക്കാൻ പടച്ചോനൊരു പ്രയാസമില്ല. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, ഇത് യതലക്കൽ മുതലക്കിയാനി അനിൽ യമീനി വ അനിൽ ശിമാൽ ഖഈദ്, നിന്നെ പടച്ചപ്പം നിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്താൻ 2 ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അറിയാതെ നീ ഒരു വാക്കും സംസാരിക്കുന്നില്ല. നമ്മൾ ആദ്യം സംസാരിച്ച വാക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മളെല്ലാവരും സംസാരിച്ച ആദ്യത്തെ വാക്ക് മാ എന്നാണ്. ചുണ്ടൊന്ന് പൂട്ടി തുറന്നാൽ ലോകത്തേറ്റവും ലളിതമായി പറയാൻ പറ്റിയ വാക്കാ മാ എന്നത്. 2 ചുണ്ടൊന്ന് കൂട്ടി തുറന്ന മാനായി, മാനെ നമ്മൾ വിളിച്ചത്. ശേഷം ഒരുപാട് വാക്കുകളുണ്ട്. ഈ വാക്കുകളൊന്നും നമ്മളെ രേഖയിലില്ല, നമുക്ക് ഓർമ്മയില്ല. എങ്കിൽ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചപ്പോ തന്നെ ഇത് യതലക്കൽ മുതലക്കിയാനി 2 ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ആളുകൾ ഏറ്റിട്ടുണ്ടെന്നാ അള്ളാഹ് പറയാണ്. ഇത് യതലക്കൽ മുതലക്കിയാനി അനിൽ യമീനി വ അനിൽ ശിമാൽ, ഇടതും വലതും, വലത്തെ കൈയും ഇടത്തെ കാലും പടച്ചോൻ തന്നതാണെങ്കിൽ ഇടതും വലതും 2 മലക്കിന് അള്ളാഹ് വെച്ചിട്ടുണ്ട്. വിശ്വസിച്ചോളണം. ഇടത്തെ കൈയും വലത്തെ കൈയും ഉണ്ടെങ്കിൽ അള്ളാഹു 2 ഭാഗത്ത് 2 മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംവിധാനമൊക്കെ പടച്ചോന്റെതാ, എല്ലാ സംവിധാനവും പടച്ചോന്റെതാ, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാക്കും സംസാരിക്കൂല. ഇങ്ങനെ ജീവിച്ച് എങ്ങനെയും ജീവിക്കാം. എങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, എന്തെല്ലാം തോന്നിയാസങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്ത് ചെയ്തിട്ടും ഈസിയായി രക്ഷപ്പെട്ടു പോകുന്നവരില്ലേ? ഒരു 10 വിമാനം
കോഴിക്കോട് എയർപോർട്ടിൽ ഒരു 10 വിമാനം ഒരു ദിവസം ഇറങ്ങിയാൽ അതിൽ 5 എണ്ണത്തിൽ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. എന്തെല്ലാം കള്ളക്കടത്തുകൾ നടക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ടവല് മിനിഞ്ഞാന്ന് കൊണ്ടെന്ന്, അതിന് 2 ദിവസം മുമ്പ് സ്വർണത്തിന്റെ ഒരല കൊടുന്നത്, എന്തെല്ലാം ഒലക്കാണ് കൊടുന്നത് സ്വർണത്തിൻ്റെത്, എന്തെല്ലാം കാര്യങ്ങൾ. ഇവരൊക്കെ എവിടെ ഈസിയായി പുറത്തിറങ്ങാണ്. ഇറക്കാൻ ആൾക്കാരുണ്ട്, ശുപാർശക്കാരുണ്ട്, ഇതിന്റെ പങ്ക് പറ്റുന്നവരുണ്ട്, ഇതിന്റെ ഏജന്റുമാരുണ്ട്, ഇതിന് കാശ് പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു പ്രശ്നമില്ല, ഇറങ്ങിപ്പോരാ. ഒരു പെണ്ണിനെ കഴുത്തറുത്ത് കൊന്നിട്ട്, ഒരു പെൺകുട്ടിയെ കഴുത്തറുത്ത് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ പകപോക്കാൻ വേണ്ടി സ്വന്തമായി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരു കത്തിണ്ടാക്കിയിട്ട് ആ കത്തി കൊണ്ട് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി ചെന്ന് കഴുത്തറുത്തിട്ട് ആ കഴുത്ത് ഇവളുടെ മറ്റൊരു സുഹൃത്തിന് കാഴ്ചവെക്കാനായിരുന്നു പ്ലാന്. സാധിച്ചില്ല, കഴുത്ത് അറുത്തിട്ടിട്ട് പോയി. ഇവ രക്ഷപ്പെട്ട് പിതാവിന്റെ ഹോട്ടലിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്, കൂളായിട്ട് കൊന്നിട്ട്. ഇവനെ പോലീസ് പിടിച്ചപ്പോൾ പോലീസിനോട് പോകാൻ പറഞ്ഞെന്താ അറിയോ, ഞാൻ ഇതൊക്കെ പരിശോധിച്ചിട്ടാണ്, നിങ്ങൾ എന്നെ പിടിച്ചാൽ എനിക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കും. 14 കൊല്ലം 14 കൊല്ലമാണ് ജീവപര്യന്തം തടവിന്റെ ശിക്ഷ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. 14 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. എനിക്കിപ്പോ 25 വയസ്സായിട്ടുള്ളൂ. 14 കൊല്ലം കഴിഞ്ഞിട്ട് ബാക്കി മതി എനിക്ക്. എത്ര നിസ്സാരമായിട്ടാ ചെറുപ്പക്കാരൻ പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇങ്ങനൊക്കെ എങ്ങനെ ജീവിക്കവിടെ, ഭൂമിയിൽ അങ്ങനൊക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അള്ള ഇനി സൂറത്ത് കാഫിൽ പറയുന്ന അടുത്ത ആയത്ത്, വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, സക്റാത്തുൽ മൗത്ത് സത്യവുമായി നിന്റെ അടുക്കൽ വരും. ഏതാണ് ആ മൗത്ത്? ദാലിക മാ കുൻത മിൻഹു തഹീദ്, നീ ഏതൊരു കാര്യത്തിൽ നിന്നാണോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്, ആ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് മരണം. അത് സത്യമായും നിന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും. തലവേദന വന്നപ്പോഴേക്ക് ബേജാറ, നെഞ്ചിൽ വേദന വന്നപ്പോഴേക്ക് ടെസ്റ്റ് നടത്താൻ പോയി, ക്ഷീണം വന്നപ്പോഴൊക്കെ എന്തോ ഒരു രോഗം ഉണ്ടെന്ന് തോന്നി, വയറിനടിയിൽ വേദന. അപ്പൊ നമുക്ക് വയറിനടിയിൽ ക്യാൻസർ ബാധിച്ച് മരിച്ച നമ്മളെ കുടുംബക്കാരന് ഓർമ്മ വന്ന്, അല്ലെ? നാവിന്റെ അടിയിൽ ഒരു മുറി വന്നപ്പോ, ഒരു ചെറിയ പുണ്ണ് വന്നപ്പോ മാറുന്നില്ല. ആ പുണ്ണ് നമ്മളെ കുടുംബത്തിൽ നാവിന് ക്യാൻസർ വന്ന് മരിച്ച ആളെ ഓർമ്മ വന്നു, അല്ലെ? ചെറിയൊരു വേദനക്ക് പോലും നമ്മൾ ഓടുകയാണ്. എവിടേക്ക്? ഹൈ ഡോക്ടർമാരെ തേടി ഓടാ. എന്താ അതിന്റെയൊക്കെ കാര്യം? മരിക്കോന്നുള്ളിൽ പേടിയുണ്ട്. മരിക്കോന്നുള്ള പേടിയാണ് ഈ ഡോക്ടർമാരെ തേടി പോണീൻ്റെത്, വേറൊന്നുമല്ല. ആരോഗ്യം വേണം, ഒക്കെ വേണം. ചെറിയ വേദനകളും രോഗങ്ങൾ പോലും നമ്മളെ ബേജാറാക്കുന്നുണ്ട്. എന്താണ് ഈ ബേജാറ്? മരിക്കാൻ നമുക്കാർക്കും ഇഷ്ടമല്ല, മരിക്കാൻ ആരും കൊതിക്കുന്നില്ല. അള്ള പറഞ്ഞു 1000 കൊല്ലം ആയുസ് കിട്ടിയെങ്കിലെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന. എന്നാൽ അള്ള പറയാ, എങ്ങനെ ആഗ്രഹിച്ചാലും നേടിയെടുക്കാൻ കഴിയാത്ത സ്വപ്നം മാത്ര, സക്രാത്തിൽ മൗത്ത് നിന്നെ തേടി വരും. ഒരു നിമിഷ നേരം പിന്തിച്ചിടൂല. അള്ള പറയാ, വജാഅത്ത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സഹോദരങ്ങളെ, ഈ ചിന്ത ഒരു മനുഷ്യനെ മഹാനാക്കോ ഇല്ലേ? ഇതല്ല യഥാർത്ഥ ജീവിതം. ജീവിതം തുടങ്ങാൻ പോവാണ്. എത്ര മഹത്വമുള്ളവനാ മനുഷ്യൻ. ഈ മനുഷ്യന്റെ ആയുസ് ഇങ്ങനെ ഈ തീർന്ന് ഇത് മതിയോ? എന്തെല്ലാം പ്രത്യേകതകൾ മനുഷ്യ ജീവിതത്തിനുണ്ട്, ഒരു മനുഷ്യ ജന്മത്തിനുണ്ട്. എന്നിട്ട് കുറെ ആവലാദികളും വേവലാദികളും ദാരിദ്ര്യവും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ജീവിച്ച് ഒരു 10-20 കൊല്ലം ജീവിച്ചിട്ടാണ് തീർന്നു. ഇത് മതിയോ? ഇതാണോ മനുഷ്യന് കിട്ടേണ്ട യഥാർത്ഥ ജീവിതം? മനുഷ്യൻ എന്ന ഇത്രയും ഉദാത്തമായ സൃഷ്ടിക്ക് കിട്ടേണ്ട ജീവിതം, സഹോദരങ്ങളെ, അത് തുടങ്ങാനിരിക്കുക. ഇതല്ല യഥാർത്ഥ ജീവിതം. ഇതല്ല യഥാർത്ഥ ജീവിതം. മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കാനിരിക്കുന്നതാ. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഈ ചിന്തയുള്ളവനെ ആ ജീവിതത്തിലേക്ക് ഏത് സമയത്തും തിരിച്ചു പോകാം, ഏത് നിമിഷത്തിലും തിരിച്ചു പോകാം. നിന്റെ മുന്നിൽ മരണം ഏത് സമയത്തും വരാം എന്ന ഉറപ്പുള്ളവൻ നന്നാകോ ഇല്ലേ? ഈ ചിന്ത ഹൃദയത്തിൽ തട്ടിയവൻ നന്നാകും, അവന്റെ മഹത്വമേറും. അവനാണ് മഹാൻ എന്ന പേരിൽ അറിയപ്പെടുക. അതാണ് സ്വഹാബികളൊക്കെ മഹാന്മാരായത്. വൽ ഖുർആനിൽ മജീദ്, മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സൂറത്തുൽ ബുറൂജിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയാണ്, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. തീർച്ചയായും നിന്റെ റബ്ബിന്റെ പിടുത്തം അതൊരു ശക്തമായ പിടുത്തം തന്നെയായിരിക്കും. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. റബ്ബിന്റെ പിടുത്തം, റബ്ബ് പിടിക്കും, റബ്ബ് പിടികൂടും. ആ പിടികൂടൽ അത് ശദീദായിരിക്കും, കഠിനമായ പിടുത്തമായിരിക്കും നിന്റെ റബ്ബിന്റെ പിടുത്തം. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. അവനാണ് ആദ്യമായി സൃഷ്ടിച്ചത്, രണ്ടാമത് സൃഷ്ടിക്കുന്നതും അവൻ തന്നെയായിരിക്കും. വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ അങ്ങേയറ്റം സ്നേഹമുള്ളവനും പൊറുക്കുന്നവനുമാണ്. ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സൃഷ്ടിച്ചു. ഇന്നഹു ഹുവ യുബ്ദിഉ. അവനാണ് ആദ്യമായി സൃഷ്ടിച്ചത്. വ യുഈദ്. ഈ സൃഷ്ടി പ്രക്രിയ തുടർത്തും, ഇനിയും തുടർത്തും. രണ്ടാമത് സൃഷ്ടിക്കും നമ്മളെ ഇനിയും സൃഷ്ടിക്കും. മരിച്ചു കഴിഞ്ഞവർ ഇനിയും സൃഷ്ടിക്കപ്പെടും, സംശയം വേണ്ട. മരിച്ചതോടുകൂടി തീർന്നത് വേണ്ട. നമ്മളെ വാപ്പ ഇനിയും സൃഷ്ടിക്കപ്പെടും. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും രണ്ടാമത് സൃഷ്ടിക്കപ്പെടും. അള്ളാന്റെ ഖുർആൻ പറയാണ്, മരിച്ചു എന്ന് കഴിഞ്ഞ് തീർന്നെന്ന് കരുതരുത്, രണ്ടാമത് സൃഷ്ടിക്കപ്പെടും, രണ്ടാമതും സൃഷ്ടിക്കപ്പെടും. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. അതുകൊണ്ട് അള്ളാഹ് പറയാ, ആ സൃഷ്ടിക്കുന്ന റബ്ബ് ഗഫൂറാണ്, പൊറുത്തു തരുന്ന റബ്ബാണ്. ഇപ്പൊ അവസരം ഉപയോഗപ്പെടുത്തിക്കോ, പൊറുക്കലിനെ തേടിക്കോ. അൽ വദൂദ്. അങ്ങേയറ്റം സ്നേഹമുള്ള റബ്ബാണ്, അങ്ങേയറ്റം സ്നേഹമുള്ള റബ്ബാ. നിന്റെ കണ്ണൊന്ന് നനഞ്ഞാൽ, നിന്റെ ഹൃദയമൊന്ന് പടച്ചാൽ, റബ്ബിലേക്കൊന്ന് കൈ ഉയർത്തിയാൽ, ചെയ്തുപോയി പടച്ചോനെ രഹസ്യമായി തിന്മകൾ നീ ഏറ്റുപറഞ്ഞാൽ പൊറുക്കുന്ന റബ്ബുണ്ട്, അങ്ങേയറ്റം സ്നേഹനിധിയായ റബ്ബുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞുതരാണ്. ദുൽ അർശിൽ മജീദ്. ദുൽ അർശിൽ മജീദ്. സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണവൻ. അൽ മജീദ്. മഹത്വമേറിയവനുമാണ്. ഫഅലുൽ ലിമാ യുരീദ്. താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നന്നായി പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹ്. അല്ലാഹ് എന്തുദ്ദേശിക്കുന്നുവോ അത് കൃത്യമായി അവൻ ചെയ്തിരിക്കും. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്. അല്ലാഹ് നിങ്ങളെ പിന്നിലൂടെ ഇട്ട് പിടിക്കും. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്. അല്ലാഹു നിങ്ങളെ പിന്നാലെ ബേക്കിലൂടെ വന്ന് പിന്നിലൂടെ നിങ്ങളെ വലയം ചെയ്ത് പിടികൂടുന്നവനാണ് നിന്റെ റബ്ബ്. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹി മഹ്ഫൂദ്. ബൽ എന്നാൽ ഹുവ ഖുർആനും മജീദ്. ഇത് ഖുർആനുൽ മജീദാണ്, മഹത്വമേറിയ ഖുർആനാണ്. ഫീ ലൗഹി മഹ്ഫൂദ്. എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ലൗഹുൽ മഹ്ഫൂദിലാണ് ഈ ഖുർആൻ ഉള്ളത്. ആ ഖുർആനിന്റെ മഹത്വമാണ് സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആ മാർഗം പഠിക്കണം, അതിനെപ്പറ്റി പഠിക്കാനും ചിന്തിക്കാനുമുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. അതിലൂടെ നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുപോരക്ക് അല്ലാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കിടക്കുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ. അല്ലാഹുമ്മ അസ്ലിഹ് ശബാബൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അസ്ലിഹ് നിസാഅൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ ومرضى المسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا